Hi friends, welcome to my rides. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു കൊറോണൻ്റെ ഒരു കാലമായതിനാൽ കൂടുതൽ വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അതിഥിയെ പരിചയപ്പെടാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൻ്റെ പ്രത്യേകത അറിയാലോ, കർക്കിടക മാസമാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അദ്ദേഹം പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് പരിചയപ്പെടാം. ഇതാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി. ഡോക്ടർ ആദിത്യ എന്നാണ് പേര്. അപ്പോൾ നമ്മൾ ഫോണിലൂടെ ഒക്കെ കുറെ കോണ്ടാക്ട് ചെയ്യാന്നല്ലാതെ നേരിട്ട് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ നല്ല കാറ്റുണ്ട്. അപ്പോ സാറേ നമസ്കാരം. നമസ്കാരം. അപ്പോ നമ്മള് നേരിട്ട് ആദ്യമായിട്ട് കാണാനല്ലോ. അതെ. എന്താണ് ഫീല്? ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, വളരെയധികം സന്തോഷം തോന്നുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടിട്ട് ആ ഒരു പോസ്റ്റുമിൽ ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹം ഞാനുമായിട്ട് പരിചയം ഉണ്ടാവുന്നത്. വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ അനിയൻ എൻ്റെ സുഹൃത്താണ്, അങ്ങനെയാണ് പരിചയപ്പെടുന്നത്. പക്ഷേ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു അവൻ. പക്ഷേ ഇദ്ദേഹത്തിന് ഞാൻ ഇന്നാണ് പരിചയപ്പെടുന്നത്. എനിക്ക് അതിലൊരു പരിചയപ്പെടുന്നതല്ല, ക്ഷമിക്കണം, ഇന്നാണ് നേരിട്ട് കാണുന്നത്. അതിലൊരുപാട് സന്തോഷമുണ്ട്. പക്ഷേ ഫോണിൽ കൂടിയാണ് ബന്ധം ഉണ്ടായിരുന്നതെങ്കിൽ എനിക്ക് ഒരുപാട് എൻ്റെ ഓയിലിൻ്റെ ഒക്കെ എന്താ പറയുക, കുപ്പിയുടെ ഡിസൈനിങ് ഒക്കെ ഇദ്ദേഹമാണ് ചെയ്തത്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ നേരിട്ട് കാണുന്നത് ഇന്നാണ്. അതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. അത് മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു നമ്മുടെ യൂട്യൂബ് ചാനലിൽ എനിക്കൊരു ചാൻസ് കിട്ടിയതിൽ ഞാൻ ഒരുപാട് സന്തോഷമാണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഈ ചാനൽ ഇന്നേ വരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ട്, അത് ഇനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഇദ്ദേഹം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരുള്ളൂ. കാരണം ഈ കൊറോണയുടെ സീസൺ ആയിട്ട് നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം വീഡിയോസ് ഒക്കെ കുറച്ച് കമ്മിയാണ് ചെയ്യുന്നത്. സോ അത് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങളത് ഇനേബിൾ ചെയ്തേ പറ്റുള്ളൂ. അപ്പം പറഞ്ഞത് ചെയ്യുക. എൻ്റെ വീഡിയോ സെക്ഷൻ ഇപ്പം വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ ഇരുന്ന് കാണുക. എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും അദ്ദേഹത്തെ കൊണ്ട് ഞാനൊരു വീഡിയോ കൂടി, ഒന്നല്ല, നിങ്ങൾ എത്ര വീഡിയോസാണ് റിക്വസ്റ്റ് ചെയ്യുന്നത് അത് മൊത്തം ഞാൻ ഇദ്ദേഹത്തിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. നമസ്കാരം, ഞാൻ ഡോക്ടർ ആദിത്യ, കോഴിക്കോട്. കർക്കിടക മാസത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പം കൊറോണയുടെ ഒരു കാലഘട്ടം കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് പലർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആശുപത്രിയിൽ പോകാനും ചികിത്സ എടുക്കാനും ഒക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരാം. അതിനു മുമ്പ് കർക്കിടക മാസത്തിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആയുർവേദത്തിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ അതിൽ പ്രതിപാദിക്കേണ്ടതുള്ളത് കൊണ്ടും അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഇത്രയും നേരം കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ഒരു ബോറടി തോന്നും എന്നുള്ളത് കൊണ്ടും ഇത്ര മാത്രം ചുരുക്കി പറയുകയാണ്. ശരീരം ഇളമിക്കുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. കർക്കിടക മാസം കാരണം അതിനു മുമ്പത്തെ ഗ്രീഷ്മമാണ്. ഗ്രീഷ്മം കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാലഘട്ടങ്ങൾ ഗ്രീഷ്മത്തിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തുടർന്നുകൊണ്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ വർഷകാലം എന്ന് പറയുന്നത്. ഈ വർഷകാലം എന്ന് പറയുന്നത് ഏകദേശം 2 മാസക്കാലമാണ്. ഋതുവിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് വർഷ ഋതു 2 മാസമായിട്ടാണ് നമ്മൾ പറയുക. പക്ഷെ കേരളത്തിനെ പറ്റി പറയുന്ന സമയത്ത് കേരളം ഇടവപ്പാതി മുതൽ തുലാം വർഷം വരെയുള്ള ഒരു കാലഘട്ടം, ഒരു 6 മാസ കാലഘട്ടത്തോളം മഴയെ തന്നെ കിട്ടുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എല്ലാ ഋതുക്കളും കേരളത്തിൽ വന്ന് ഭവിക്കുന്നു എന്നൊന്നും നമുക്ക് പറയുക അസാധ്യമാണ്. എങ്കിൽ പോലും ഇപ്പം ഉള്ള ഈ കാലഘട്ടം, നമ്മൾ കർക്കിടക മാസം വളരെ ശരീരം ഇളമിക്കുന്ന ഒരു കാലഘട്ടമാണ്. കർക്കിടക മാസം ഞാറ്റുവേല പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മൾ ഒരു കമ്പ് ഒടിച്ച് കുത്തിയാൽ പോലും അത് വളരുന്നു എന്ന് പറയുന്ന കാലഘട്ടമാണ്. കാരണം അതിനനുസരിച്ച് നിർത്താതെ ജലം ലഭിക്കുന്നുണ്ട്, ജലസ്രോതസ് ഉണ്ട് മഴ പെയ്യുന്നത് കൊണ്ട്. അതേപോലെ സ്ത്രീകളൊക്കെ മുടി വെട്ടുന്ന ഒരു കാലഘട്ടമാണ്. എണ്ണ തേച്ച് കുളിക്കുന്ന കാലഘട്ടമാണ്. താളി ഉപയോഗിക്കുന്ന കാലഘട്ടമാണ്.
അതേപോലെ ഭക്ഷണത്തിൽ ചെറിയ ചെറിയ വ്യതിയാനങ്ങൾ നടത്തുന്നൊരു കാലഘട്ടം കൂടിയാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിന് കേരളത്തിൽ 2 പേരുകൾ പറയും. ഒന്ന് പഞ്ഞമാസം എന്നും ഒന്ന് രാമായണ മാസം എന്നും. പഞ്ഞമാസം എന്ന് പറയാൻ കാരണം മധ്യവർത്തികളായ ജനങ്ങളായിരുന്നു കേരളത്തിൽ പണ്ടുണ്ടായിരുന്നത്. അവർ എല്ലാവരും തന്നെ പാടത്ത് ഒക്കെ കൃഷി ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇന്ന് എവിടെ കൃഷി, ഇന്ന് എവിടെ പാടം, അതൊക്കെ പോട്ടെ. അപ്പോൾ അന്നത്തെ കാലത്ത് അവർക്ക് കൃത്യമായ ഒരു കൂലിക്കുള്ള വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടിൽ പട്ടിണിയും പരിവട്ടവും ഒക്കെ ആയിട്ട് നടക്കുന്നൊരു കാലഘട്ടമായതുകൊണ്ടാണ് അതിനെ പഞ്ഞമാസം എന്ന് പറഞ്ഞിരുന്നത്. ഇനി രാമായണ മാസം, ആധ്യാത്മിക മാസം എന്നൊക്കെ ഇതിന് മറ്റൊരു പേരും കൂടെ വന്നു. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ തന്നെ വീട്ടിൽ നിന്ന് മഴ കാരണം പുറത്തിറങ്ങാനൊന്നും സാധിക്കാതെ വരുന്നു. മാത്രവുമല്ല ഒരു ശുദ്ധി അതിന് സങ്കല്പിക്കുകയാണെങ്കിൽ കുറേ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികളാണ്, മത്സ്യാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്, മറ്റ് മാംസങ്ങൾ കഴിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയൊക്കെ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിയുന്നതും ഈ നോൺ വെജിൽ നിന്നൊക്കെ അകന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ. മറ്റൊന്നുകൊണ്ടുമല്ല, മഴ പെയ്യുന്ന കാലഘട്ടമല്ലേ, മലിനജലം വന്ന് ഭവിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. ഇത്തരം കാലഘട്ടത്തിൽ എന്തൊക്കെ തരത്തിലുള്ള മത്സ്യങ്ങളാണ്, എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, ഈ കുത്തി ഒഴുക്കിൽ കൂടെ എത്തിപ്പെടുന്നത് എന്നൊക്കെ നമുക്കൊരു സംശയം ഉണ്ടാവും. അത് സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാലഘട്ടത്തിന് വ്രതശുദ്ധിയുടെ കാലഘട്ടമായിട്ട് കർക്കിടക മാസം രാമായണ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. മാത്രവുമല്ല കൂടുതലായിട്ട് ശാകാഹാരങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്കറികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടവും ആണ്. പൊതുവിൽ പുസ്തകങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുരിങ്ങയുടെ ഇല കഴിക്കാനാണ് പറയുന്നത്. പക്ഷേ കുട്ടിക്കാലം മുതലേ ഞാൻ വളർന്ന് വന്ന ഒരു സാഹചര്യത്തിൽ മുരിങ്ങയുടെ ഇല മാത്രം ഈ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കരുത് എന്നാണ് പറയുന്നത്. എന്തായാലും ഞാൻ അതേപോലെ തന്നെ ഇതാക്കുകയാണ്. അതേപോലെ ചേമ്പിൻ്റെ ഒക്കെ താള് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പത്തില എന്ന് പറഞ്ഞിട്ട് ഒരു ഇലകൾ തന്നെ പറയുന്നുണ്ട്. അത് ആ പത്തിലകളുടെ പേര് ഇതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്ത് പോവും, നിങ്ങൾക്കത് നോക്കാം. അത് ഉപ്പേരി വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഉപ്പേരി വെക്കാം, നമുക്ക് കഞ്ഞിക്ക് കൂട്ടാം, ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ചും ഇലകൾ, പത്തില എന്ന് പറയും, ഈ പത്തിലകൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിനെ പറ്റി പറയുമ്പം എണ്ണതേപ്പ് അടുത്തതായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എണ്ണതേപ്പ്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പാക്കേജ് എന്നൊക്കെ പറഞ്ഞിട്ട് ആശുപത്രികളിലൊക്കെ ഓരോ പാക്കേജ്, കർക്കിടക ചികിത്സ എന്നൊക്കെ പറയുന്ന പാക്കേജ് ഉള്ളത്. ശരിയാണ്, ഈ സമയത്ത് നമ്മൾ ശരീരം ഒഴിയേണ്ട കാലഘട്ടമാണ്. ഈ സമയത്ത് ശരീരത്തിന് നൽകുന്നതായിട്ടുള്ള ചികിത്സകൾ ഒരു വർഷത്തിലധികം നമുക്ക് ശക്തിയെ പ്രദാനം നൽകുന്നതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് അതൊരു ചിലർക്കെങ്കിലും അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കും. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഒരു ഡോക്ടറെ, ആയുർവേദ ഡോക്ടറെ പോയി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിന് ഇണങ്ങുന്നതായിട്ടുള്ള എണ്ണ ഏതാണെന്ന് അവർ പറഞ്ഞു തരും. ഈ എണ്ണ നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയിട്ട് ചെറുതായിട്ട് ചൂടാക്കി കുളിമുറിയിൽ ഒരു സ്റ്റൂൾ ഇട്ടിരുന്ന് അവിടെ ഇരുന്ന് നിങ്ങൾ എണ്ണ തേക്കുക. 1 മണിക്കൂറോളം എണ്ണ തേച്ച് ഇളം ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ഒരല്പം ചൂടുവെള്ളത്തിൽ തന്നെ നിങ്ങൾ മേല് കഴുകുക. പിന്നെ എൻ്റെ എല്ലാ പേഷ്യൻസിനോടും ഞാൻ പറയുന്നത് പോലെ പറയുകയാണ്, ശരിക്കും ചെവി, തല, കാലിൻ്റെ അടിഭാഗം, ഇത്തരം ഭാഗത്താണ് എണ്ണ തേക്കാൻ പറയുന്നത്. പക്ഷേ നമ്മളുടെ റൂം അകമാണെങ്കിലും ശരി, കുളിമുറിക്ക് അകമാണെങ്കിലും ശരി, ടൈൽസ് ആയിരിക്കും. ഓൾമോസ്റ്റ് എല്ലാവരുടെയും അകം ടൈൽസ് ഇട്ടതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കാലിൻ്റെ അടിയിൽ എണ്ണ തേച്ചിട്ട് വഴുതി വീഴരുത്. ദയവായി കാല് തുടച്ച് വൃത്തിയാക്കിയ ശേഷം മാത്രം നിങ്ങൾ കുളിമുറിയുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ മതി. അങ്ങനെ 1 മണിക്കൂർ തേച്ചിരുന്നു കൊണ്ട് നിങ്ങളൊരു 7 ദിവസമോ 14 ദിവസമോ നിങ്ങൾ ഈ രീതിയിൽ ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക. തേച്ച് പിടിപ്പിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക. അതിന് സോപ്പ് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ തടി കൂടുതലുള്ള ആൾക്കാരാണെങ്കിൽ മുതിരയുടെ പൊടി ഉപയോഗിക്കാം, സാമാന്യ ജനങ്ങളാണെങ്കിൽ കടലപ്പൊടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ചെറുപയർ പൊടിയും ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ മറ്റൊരു കാര്യം കർക്കിടക കഞ്ഞിയാണ്. പലരും കർക്കിടക കഞ്ഞിക്കൂട്ട് വാങ്ങിയിട്ട് അതിൽ പറയുന്ന രീതിയിൽ ഉണ്ടാക്കും. നിങ്ങൾക്ക് അങ്ങനെ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ്. അതല്ലാതെ സിമ്പിളായിട്ട് ഒരു കാര്യം പറയണമെങ്കിൽ ജീരകം ഒരല്പം, അതായത് ഒരാൾക്കുള്ള ഒരു കഞ്ഞിയുടെ അളവ് പറയുകയാണെങ്കിൽ അരി, നവരേരി ആവാം, അതല്ലെങ്കിൽ നമ്മുടെ ഉണക്കലരി ആവാം. ഉണക്കലരി ഒരു 3/4 ഗ്ലാസ് ഉണക്കലരി, അതിലേക്ക് ഒരു
1 ടീസ്പൂണ് ജീരകം, 1 ടീസ്പൂൺ ജീരകം, നാളികേരപ്പാൽ, ചെറുപയർ ഒരു 1/4 കപ്പ് മതി. നമ്മളിപ്പം 3/4 കപ്പ് ഇത് പറഞ്ഞല്ലോ, നവരേരി പറഞ്ഞല്ലോ, അതേപോലെ തന്നെ 1/4 കപ്പ് ചെറുപയർ, ഉലുവ ഈ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ, നമ്മൾ ജീരകം പറഞ്ഞ പോലെ 1 ടീസ്പൂണ് ഉലുവയും ചേർക്കുക. ഇതൊക്കെ കൂടെ നമ്മൾ കഞ്ഞി വെക്കുക. ആ കഞ്ഞി വെച്ച് 3/4 വേവാവുന്ന സമയത്തിൽ അതിലോട്ട് കുറച്ച് നാളികേരപ്പാൽ പിഴിഞ്ഞിട്ട് ചേർക്കുക. നാളികേരപ്പാൽ പിഴിഞ്ഞാൽ നമുക്കത്ര ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പശുവും പാൽ ചേർത്താലും മതി. അങ്ങനെ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുക. ഈ വെച്ച കഞ്ഞിയിൽ ശർക്കര ചിരകി ചേർത്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. നാളികേരപ്പാലാണെങ്കിൽ നമുക്ക് ഉപ്പിട്ടിട്ട് കഴിക്കാവുന്നതാണ്. മറ്റൊരു രീതി, ശരീരത്തിന് കുറച്ചും കൂടെ നല്ലതായിട്ടുള്ള ഒരു രീതി പറയുകയാണെങ്കിൽ, ആവശ്യത്തിന് പാല്, അതിൻ്റെ 4 ഇരട്ടി വെള്ളം, അതിലോട്ട് പ്ലാവില ഞെട്ടി, അതേപോലെ ഉണക്കപ്ലാവിലയുടെ ഞെട്ടിയാണെങ്കിൽ നല്ലത്, ഇനി അതില്ലെങ്കിൽ പച്ചപ്ലാവില ആയാലും മതി. അതേപോലെ തന്നെ കുറുന്തോട്ടിയുടെ വേരാണ് വേണ്ടത്. പക്ഷെ നമുക്കിപ്പം കുറുന്തോട്ടി പൊടി വാങ്ങാൻ ലഭ്യമായത് കൊണ്ട് തന്നെ നമ്മൾ കുറുന്തോട്ടിപ്പൊടി, പ്ലാവില ഞെട്ടി, അതേപോലെ ജീരകം, ഇതൊക്കെ കൂടെ നല്ലവണ്ണം അരച്ച ശേഷം നമ്മൾ ഈ പാലും വെള്ളവും മിക്സ് ചെയ്തതിൽ കലക്കുക. അത് കലക്കിയിട്ട് ഒരു പകുതിയാവുന്ന സമയത്ത് അതിലോട്ട് നവരയരി ഇടുക. നവരയരി ഇട്ട് പാകമാവുന്ന സമയത്ത് അത് നമ്മൾ വാങ്ങി ഉപയോഗിക്കുക. ഇത് നിത്യേന പറ്റുമെങ്കിൽ ഈ ഒരു കർക്കിടക മാസം 30 ദിവസം നിങ്ങൾക്ക് പ്രാതലായിട്ട് ഇത് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ പോലെ ശരീരത്തിന്, അതേപോലെ കഞ്ഞി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഞാൻ പറഞ്ഞു. ഇതോടൊപ്പം ആ ഒരു കാലഘട്ടം നമ്മൾ പകർച്ചവ്യാധികളുടെയൊക്കെ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് വീടുകളിൽ പുകപ്പിക്കൽ പ്രക്രിയ, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ പുകപ്പിക്കൽ പ്രക്രിയയും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കർക്കിടക മാസം നിങ്ങൾക്ക് പ്രാപ്യമാകും. മറ്റ് സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇടാവുന്നതാണ്. അതിന് മറുപടിയും നൽകുന്നതായിരിക്കും. നന്ദി.